യേശുവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിൻ്റെ ജീവിതത്തിലും ഒരുക്കി തന്ന മകൾ ഭാഗ്യത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വരാമരുന്ന ആപത്തനർത്ഥങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെയും കർത്താവ് നമ്മെ അതിശയമായിട്ട് അത്ഭുതമായിട്ട് നമ്മെ വിടുവിച്ച് കാത്തു പരിപാലിച്ച എല്ലാ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം സ്തോത്രം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ആമേ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ പൽക്കാലം ഭയപ്പെടേണ്ട, നമ്മെ നന്നായി അറിയുന്ന സർവശക്തനായ ദൈവം കൂടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അറിയുന്ന ദൈവം, നിങ്ങളുടെ അനുഭവിക്കുന്ന വേദനകളെ അറിയുന്ന ദൈവം, നിങ്ങൾക്ക് സ്തോത്രം ഹല്ലേലൂയ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പൽക്കാലം അതുകൊണ്ട് ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ആ ദൈവം നമ്മെ വിടുവിക്കും, ആ ദൈവം നമ്മെ രക്ഷിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഭയപ്പെടുന്ന വിഷയങ്ങളുടെ അകത്തേക്ക് ദൈവത്തിന്റെ കരം ചലിക്കും. ഹല്ലേലൂയ. ഒരു സ്വസ്ഥതയും ഒരു സ്വൈരവും ദൈവം നിങ്ങളുടെ ജീവിതത്തെ വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. അങ്ങനെ ഈ പൽക്കാലം ആകുലതകളെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിൽ ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുക. സ്തോത്ര. ഭയപ്പെടേണ്ട. സർവശക്തനായ ദൈവം, നമ്മെ നന്നായി അറിയുന്ന സർവശക്തനായ ദൈവം കൂടെ ഉണ്ട്. ആമേ സ്തോത്രം. അതേ സ്തോത്ര. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 43-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗം പ്രിയ ദൈവമക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മെ കൈവിട്ട് പലരും കടന്നു പോകുമ്പോഴും ഇവിടെ വചനത്തെ പറയുന്നു, ഭയപ്പെടേണ്ട. സ്തോത്ര. ഹല്ലേലൂയ. ഏത് വിഷയം കണ്ട് നീ ഭയപ്പെടേണ്ട. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നീ ഭയപ്പെടേണ്ട. നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന രോഗങ്ങളുടെ മധ്യത്തിൽ കടന്നു വരേണ്ട. ജോലി മേഖലയിൽ കടന്നു വരുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിൽ നീ ഭയപ്പെടേണ്ട. കാരണം എന്താ? ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതേ സ്തോത്രം. കാറ്റിനെയും കവളിനെയും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ദൈവം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ കടന്നു വന്ന ചെങ്കടലിനെ രണ്ടാക്കി മാറ്റി അതിനകത്തുകൂടി ജനത്തെ കടത്തിവിട്ടതായ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഏത് പ്രശ്നങ്ങളുടെ മധ്യത്തിലാണോ ഇന്നായിരിക്കുന്നത്, അതിനകത്ത് ഭയപ്പെടേണ്ട. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇന്ന് ഈ പകൽക്കാലം നമ്മെ ജയത്തോടെ നടത്തുവാനായിട്ട് ഇടയത്തീര, നമ്മെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ കാണുന്നു, പ്രശ്നങ്ങൾ കടന്നു വരികയില്ലെന്നല്ല, പ്രതികൂലങ്ങൾ കടന്നു വരികയില്ലെന്നല്ല, പക്ഷേ അത് നമ്മുടെ മീതെ കവിയുവാൻ ഇടയാകാതോണ നമ്മെ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കുക. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീ കൂടി നടന്ന വെന്തു പോകയില്ല. അഗ്നിജോലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ആമേ സ്തോത്രം. ഇവിടെ നമുക്ക് വചനത്തിൽ വ്യക്തമായി കാണുന്നു, ഈ പ്രശ്നങ്ങളുടെ നടുവിൽ കൂടിയൊക്കെ കടന്നു പോകും. സ്തോത്ര. നീ വെള്ളത്തിൽ കൂടി കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ കടന്നു വരിക, നദികളിൽ കൂടി കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ കടന്നു വരിക, തീ കൂടി നടക്കേണ്ട സാഹചര്യങ്ങൾ കടന്നു വരും, അഗ്നിജോലയിൽ കൂടി കടക്കേണ്ട സാഹചര്യങ്ങളൊക്കെ കടന്നു വരും. പക്ഷേ എന്ത് ചെയ്യുന്നു? അതൊന്നും നിന്റെ മീതെ കവിയാതെ വണ്ണം ഹല്ലേലൂയ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന, നിന്നെ കാക്കുന്ന, നിന്നെ പരിപാലിക്കുന്ന, ഹല്ലേലൂയ ഒരു തീക്കും വെന്തു പോകാനായിട്ട് വിട്ടുകൊടുക്കാത്ത ഒരു അരുമ രക്ഷകൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. സർവ്വതിന്റെ ശക്തിയെ കെടുത്തുവാൻ കഴിയുന്ന, ഹല്ലേലൂയ തീയുടെ ശക്തിയെ കെടുത്തുവാൻ കഴിയുന്ന, ഹല്ലേലൂയ കാറ്റിനെയും കോളിനെയും ശാസിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ട്. സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങളുടെ നടുവേ ഈ പ്രശ്നം എന്നെ ഇന്ന് തകർത്ത് കളയും, ഈ പ്രശ്നം നിന്നെ മുക്കിക്കളയുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാ വിളിച്ചു പറയട്ടെ, ആ പ്രശ്നം നിന്റെ തലയ്ക്ക് മീതെ കവിയാതവണ്ണ നിന്നെ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ആ ദൈവം നിന്നെ കൈവിട്ട് കളയുകയില്ല, ആ ദൈവം നിന്നെ ഉപേക്ഷിച്ച് കളയുകയില്ല. സ്തോത്ര. ഹല്ലേലൂയ. ആ
കർത്താവിന് ഇന്ന് നിന്നോട് പറയാനായിട്ടുള്ളത്, ഞാൻ നിന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്, ഹല്ലേലൂയ, ഞാൻ നിന്നെ എത്തിക്കേണ്ട അടുത്ത് എത്തിക്കാമെന്ന് പറയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്, ഹല്ലേലൂയ. അത് അങ്ങനെ ഈ പകൽക്കാലം വിശ്വാസത്തോട്, ഉറപ്പോടും ധൈര്യത്തോടും ആയിരിക്കുക. സ്തോത്ര. ഒരു പ്രശ്നവും നിന്റെ മീതെ കവിയുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇപ്പോൾ ആ പ്രശ്നത്തിനകത്ത് നീ മുങ്ങിപ്പോകാം. ഈ പ്രശ്നം എന്നെ തകർത്ത് കളയും, ഈ പ്രശ്നം എന്നെ ഇവിടെ കൊണ്ട് ഇല്ലായ്മ ചെയ്യും എന്ന് ശത്രു വാദിക്കുവാനായിട്ട് ഇടയെത്തിരുമ്പോ, സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു ചോദ്യം കടന്നു വരുമ്പോ, ഈ പകൽക്കാലം പറയട്ടെ, ആ പ്രശ്നം നിന്റെ മീതെ കവിയാതെ വേണ്ട നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പകൽക്കാലം ആകുലപ്പെട്ടു പോകണ്ട, അധൈര്യപ്പെട്ടു പോകണ്ട, ഹല്ലേലൂയ. കർത്താവിന്റെ കരം കൂടെ ഇരിക്കും. സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ദൈവം നിന്റെ ജീവിതത്തിനകത്തേക്ക് ഒരു സ്വസ്ഥത നൽകുവാനായിട്ട് ഇടയത്തിരും, ഒരു സ്വൈര്യം നിനക്ക് നൽകുവാനായിട്ട് ഇടയത്തിരും. അവിടെ കാണുവാൻ സാധിക്കുന്നത് ഇതത്രേ, യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈരമായും ഇരിക്കും, ആരും അവനെ ഭയപ്പെടുത്തുകയല്ല. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നിന്നെ ഭയപ്പെടുത്തിയ ചില വിഷയങ്ങൾ കാണുമായിരിക്കാം, പക്ഷെ അതിന്റെ നടുവിലേക്ക് ഇറങ്ങി നിന്നിട്ട് ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് ഒരു മടങ്ങി വരവിലേക്ക് കർത്താവ് കൊണ്ടുവരാ. നീ ഭയപ്പെട്ട ചില വിഷയത്തിനകത്തുനിന്ന് കർത്താവ് നിന്നെ മടക്കി കൊണ്ടുവരും. അവിടെ കൊണ്ടുവരിക മാത്രമല്ല, നിന്റെ ജീവിതത്തിനകത്ത് സ്വസ്ഥത വെളിപ്പെടുവാനായിട്ട് ഇടയത്തിരോ, ഒരു സ്വൈരത വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരാ. ആരും അവനെ ഭയപ്പെടുത്തുകയല്ല. പ്രിയ ദൈവ പൈതലേ, ആരും നിന്നെ ഭയപ്പെടുത്താതെ വേണം നിനക്ക് സ്വസ്ഥതയോടും സ്വൈരവുമായിട്ട് ഈ പകൽക്കാലം നിനക്ക് മുന്നോട്ട് പോകേണ്ടതിന് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിന്റെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ പറയുന്നു, നിന്നെ രക്ഷിക്കുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്, ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, സ്തോത്രം, യാത്രകൾക്ക് മുന്നോട്ട് പോകുന്നതിന് മുമ്പേ കർത്താവിനോട് പ്രാർത്ഥിക്കുക. സ്തോത്രം, എന്നെ രക്ഷിക്കുന്ന ദൈവം എന്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടെ ഞാൻ മുന്നോട്ട് കടന്നു പോകുന്നു എന്ന് ധൈര്യത്തോടെ കടന്നു പോകുക. ഒരു മനുഷ്യനും നമ്മെ രക്ഷിപ്പാനായിട്ട് കഴിയത്തില്ല, പക്ഷേ രക്ഷിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട്, ഹല്ലേലൂയ. ഈ പകൽക്കാലം, ഹല്ലേലൂയ, ആർക്കും രക്ഷിപ്പാൻ പറ്റാത്ത വിഷയത്തിന്റെ നടുവിലായിരിക്കാം നീ ആയിരിക്കുന്നത്. സ്തോത്ര. പക്ഷേ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ഈ പൽക്കാലം ആ ഒരു ഉറപ്പുണ്ടായിരിക്കട്ടെ, ആ ഒരു ധൈര്യം ഉണ്ടായിരിക്കട്ടെ. സ്തോത്ര. ചിലരുടെ മേൽ ആ രക്ഷയുടെ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുന്ന പകൽക്കാലം അത്രേ. ചിലരുടെ മേൽ സ്വസ്ഥത വെളിപ്പെടാൻ പോകിയ, ഹല്ലേലൂയ. പ്രശ്നത്തിന്റെ മീതെ കവിയുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, ചില പ്രശ്നങ്ങൾ നിന്റെ സ്തോത്രം മുക്കിക്കളയുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോ, ചില വെല്ലുവിളിയുടെ നടുവിൽ നീ നിൽക്കുമ്പോ ആ പ്രശ്നം നിന്നെ മുക്കിക്കളയാതെ വേണം, ഹല്ലേലൂയ. ചിലത് പിന്മാറി പോകുന്നത് പോലെ സമുദ്രമേ നീ പിന്മാറി പോകുന്നത് എന്ത്, ഹല്ലേലൂയ. ചില വിഷയങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് പിന്മാറി പോകും, ഹല്ലേലൂയ. കാരണം നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവമത്രേ നിന്റെ കൂടെ ഇരിക്കുന്നത്. സ്തോത്രം. സർവ്വസൈന്യാധിപനായിരിക്കുന്ന ദൈവം, ഹല്ലേലൂയ, അതേ നിനക്ക് മുമ്പായിട്ട് നടക്കുന്നുണ്ട്. ദുർഘടങ്ങൾ നിരപ്പാകും, താമ്രക്കഥകൾ തകരും, ഇരുമ്പോടാമ്പകൾ ഖണ്ഡിച്ചു കളയും, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില അസാധാരണമായ ചില വിടുതലുകൾ, ഹല്ലേലൂയ, നീ ഭയപ്പെടുന്ന വിഷയത്തിനകത്തേക്ക്, സ്തോത്ര, എന്റെ ദൈവം വെളിപ്പെടുത്തുന്ന പകൽക്കാലം അത്രേ, ഹല്ലേലൂയ. ഒരു പ്രശ്നവും നിന്നെ മുക്കി കളയത്തില്ല, ഒരു പ്രശ്നവും നിന്റെ തലയ്ക്ക് മീതെ കവിയുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. രക്ഷിക്കുന്ന ദൈവം കൂടെയുണ്ട്, ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവമേ, സ്തോത്രം, നിന്നെ നന്നായിട്ട് അറിയുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്നെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ടെന്ന്? സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്തോത്ര പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹോവയെ ദൈവം പറഞ്ഞു, അതിന്റെ 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, ഊരിയ വിചാരമാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ കഷ്ടത കാണുന്ന ഒരു കൂട്ടം പേരുണ്ട്. സ്തോത്രം. നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു കൂട്ടം പേര് കാണും, പക്ഷേ നമ്മുടെ സങ്കടങ്ങളെ അറിയാൻ ആരും കാണത്തില്ല. സ്തോത്രം. നീ അഭിവരിക്കുന്ന വിഷയത്തിന്റെ സങ്കടം
സങ്കടത്തെ അറിയുവാൻ നമ്മുടെ കൂടെ ആരും കാണത്തില്ലായിരിക്കാം. സ്തോത്രം. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ വിഷയം കൂടെ അകത്ത് നീ സങ്കടപ്പെടുന്നത്, നീ സങ്കടപ്പെട്ട് വേദനിക്കുന്നതിന് അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സങ്കടത്തെ പലപ്പോഴും നാം ആരോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കാറില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒതുക്കാറുണ്ട്. പക്ഷേ നീ സങ്കടപ്പെട്ട് ഞരങ്ങുന്നതിനെ, നീ സങ്കടപ്പെട്ട് വേദനിക്കുന്നതിനെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഈ പൽക്കാലം ചിലരുടെ സങ്കടത്തെ ദൈവം എടുത്തു മാറ്റാൻ പോക്കിയ നിങ്ങളുടെ സങ്കടപ്പെട്ട വിഷയം കൂടെ അകത്തേക്ക് എന്റെ ദൈവത്തിന്റെ കരം ഈ പകൽക്കാലം ചലിക്കുവാനായിട്ട് ഇടയെത്തില്ല. ഒത്തിരി നാളായി നീ ചില വിഷയങ്ങളുടെ അകത്ത് സങ്കടപ്പെടുന്നില്ലേ, ഞരങ്ങുന്നില്ലേ? സ്തോത്രം. എനിക്ക് ഈ ഒരു വിഷയത്തിനകത്ത് വിടുതൽ കിട്ടുമോ, എന്റെ സങ്കടങ്ങൾ എന്ന് മാറുമെന്നൊക്കെ ചോദിക്കുന്നില്ലേ? പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. ആരോടും നീ നിന്റെ സങ്കടത്തെ ഇറക്കി വച്ചില്ല എങ്കില, ആരോടും നിന്റെ സങ്കടത്തെ നീ പറഞ്ഞില്ല എങ്കില, നിന്റെ ഹൃദയത്തിന്റെ ഒരു തട്ടിൽ നീ സങ്കടവുമായിട്ട് മുന്നോട്ട് പോകുമ്പോ ചിരിച്ച മുഖവും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ ആ സങ്കടത്തെ കാണുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഇന്ന് ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിന്റെ രോഗത്തിന്റെ നടുവിൽ നീ സങ്കടപ്പെടുന്നത്, നിന്നെ സഹായിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ നിന്റെ ഉള്ളിനകത്ത് കടന്നു വരുന്ന ഒരു പിടയിലില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. എത്ര നാൾ ഞാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും? നഷ്ടപ്പെട്ട ജോലിയുടെ മുഖത്ത് നിൽക്കുമ്പോ നീ സങ്കടപ്പെടുന്നത്. സ്തോത്രം. ഇങ്ങനെ സ്തോത്രം പല വിഷയം കൂടെ നടുവില് നമ്മൾ സങ്കടപ്പെടാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്, അവരെന്താ ഇതൊക്കെ ചെയ്തതെന്ന്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, സങ്കടത്തിന്റെ വലിപ്പം വർദ്ധിക്കുമ്പോഴാണ് അവർക്ക് ആശ്രയിപ്പാൻ ആരുമില്ല എന്ന് തോന്നുമ്പോ അവർ ലോകത്തിലേക്ക് പലതിലേക്ക് കടന്നു പോകുവാനായിട്ട് തീർന്നത്. പക്ഷെ ഇന്ന് ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, പ്രിയ ദൈവ പൈതലേ, ആരും നിന്റെ സങ്കടം അറിഞ്ഞില്ലെങ്കിൽ, നിന്റെ സങ്കടത്തെ ആരുടെ മുമ്പിൽ പകരുവാനായിട്ടില്ലെങ്കിൽ, നിനക്ക് ദൈവത്തിന്റെ മുമ്പാകെ ഈ പകൽക്കാലം നിന്റെ സങ്കടത്തെ തുറക്കാം. ഹല്ലേലൂയ. ആ ഹൃദയമാകുന്ന വാതിലിനെ തുറന്നിട്ട് അപ്പനോട് പറയാം. സ്തോത്രം. കാരണം നിന്റെ സങ്കടത്തിന്റെ ആഴത്തെ അതേ രീതിയിൽ അറിയുന്ന ഒരു സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കണ്ടു അവരുടെ കഷ്ടത, ഞാൻ കണ്ടു അവരുടെ നിലവിളി കേട്ടു. പക്ഷെ അടുത്ത ഒരു കാര്യമാണ് കാണുന്നത്, ഞാൻ അവരുടെ സങ്കടങ്ങളെ അറിയുന്നു. ഹല്ലേലൂയ. ഇന്ന് ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ സങ്കടത്തെ അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പരസ്പരം ചിലപ്പോൾ ഒരു ഭവനത്തിനകത്തുള്ളവ അല്ലെങ്കിൽ അപ്പൻ മക്കൾ അറിയുന്നില്ലായിരിക്കും, ഭാര്യ ഭർത്താവ് അവരുടെ സങ്കടത്തെ അറിയുന്നില്ലായിരിക്കാം. സ്തോത്ര. ഹല്ലേലൂയ. പക്ഷേ സങ്കടത്തിന്റെ ആഴങ്ങൾ ഒരു ആഴക്കടൽ പോലെ നിന്റെ ജീവിതത്തിനകത്ത് കിടക്കുന്ന ചില വിഷയത്തിന്റെ സങ്കടങ്ങൾ ഈ പകൽക്കാല ദൈവം എടുത്തു മാറ്റുവാനായിട്ട് ഇടയായിത്തീര. നിന്റെ ദുഃഖത്തെ സന്തോഷമാക്കി തീർക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ആ സങ്കടങ്ങളെ അറിയുന്ന ദൈവം, അവരെ അവിടെ നിന്ന് വിടുവിക്കേണ്ടതിനായിട്ട് സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വന്നു എന്നവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ അവരെ സ്തോത്രം വിശാലമായ ഒരു ദേശത്തേക്ക് കൊണ്ടുപോകുക ഞാൻ ഇറങ്ങി വന്നിരിക്കുന്ന. സ്തോത്രം. സങ്കടത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന ദൈവ പൈതലേ, നിന്നെ ആ സങ്കടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടതിനായിട്ട് ഈ പൽക്കാലം സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. സ്തോത്രം. എന്ന് നീ സങ്കടപ്പെട്ടിരിക്കുക, എന്ന് നീ ഞരങ്ങിക്കൊണ്ടിരിക്കുക, എന്ന് നീ ഉള്ളിന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുക, ദൈവം അനുവദിക്കത്തില്ല. സ്തോത്ര. നിനക്ക് സങ്കടത്തിന്റെ ഒരു ടൈം ഉണ്ടെങ്കിൽ നിനക്ക് ആനന്ദിക്കുവാൻ ഒരു ടൈം അതിന്റെ പിന്നാലെ കടന്നു വരുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കഷ്ടതയെ കാണുന്നതായ ദൈവ, നിന്റെ വേദനയെ നിലവിളി കാണുന്നതായ ദൈവ, നിന്റെ സങ്കടത്തെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവ, ഇത് നിന്റെ അരികത്തേക്ക് കടന്നു വരിക. സ്തോത്ര. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കാം, ഈ പ്രശ്നത്തിനകത്തുനിന്ന് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ നിന്റെ കണ്ണുനീരുകളെ തുടപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, മറ്റുള്ള നിന്നെ സ്തോത്ര പ്രശ്നത്തിന്റെ ആഴമറിയാതെ കുറ്റം പറയുമ്പോഴും നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സങ്കടപ്പെടുന്നത് കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആരോടും പറയാതെ, ആരോടും ഒരു പരിഭ്രമവും പറയാതെ റൂമിനകത്ത് ചെന്നിരുന്ന് കരയുമ്പോഴും സ്തോത്രം ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ഞരക്കത്തെ ഹല്ലേലൂയ കുറുകി ഇരുന്ന് കരയുന്ന, ഹല്ലേലൂയ സങ്കടപ്പെടുന്ന
ഹല്ലേലൂയ, പിടിച്ചു നിർത്തിയിട്ട് പോലും നിർത്തുവാൻ കഴിയാത്തവണ്ണ നിന്റെ കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകുമ്പോഴും ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥന റൂമിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നീ എവിടെ ഇരുന്ന് സങ്കടപ്പെടുന്നുവോ, എവിടെ ഇരുന്ന് നീ ഞരങ്ങുന്നുവോ, അവിടേക്ക് ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവിടെ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരേണ്ടതിനായിട്ട് ഹല്ലേലൂയ, ഈ പൽക്കാലം സങ്കടത്തിന്റെ ആഴവുമായിട്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവിന് വിളിച്ചു പറയാനായിട്ടുള്ളത്, നിനക്കൊരു വിശാലതയുണ്ട് ഹല്ലേലൂയ, നിനക്കൊരു പുറപ്പാടുണ്ട് ഹല്ലേലൂയ. നീ അനുഭവിച്ച സങ്കടങ്ങൾക്കപ്പുറമായിട്ട് ഹല്ലേലൂയ നിന്നെ സന്തോഷം അണിയിക്കുന്ന ഒരു സമയമുണ്ട് ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഇസ്രായേൽ ജനതയെ ദൈവം വിടുവിക്കേണ്ടതിനായി മോശയെ ദൈവം പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. നിന്റെ സങ്കടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഒരാളെ എത്തിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് മാർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു സങ്കടത്തിന്റെ അനുഭവത്തെ. ഹല്ലേലൂയ. ബർത്തലോമായി എന്ന മനുഷ്യൻ കർത്താവ് കടന്നു പോകുന്നത് കണ്ടപ്പോൾ നിലവിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. പക്ഷെ നിലവിളിക്കുവാൻ തുടങ്ങിയപ്പോ കൂടെയുള്ളവരെല്ലാം അവനെ ശ്വാസിച്ചു, മിണ്ടാതിരിക്കെ ഹല്ലേലൂയ എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ ഞാൻ ഒത്തിരി ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്, അവനെ കൊണ്ടവിടെ ഇരുത്തുവാനായിട്ടുണ്ട്, എടുത്തുകൊണ്ട് പോകാനായിട്ട് ആളുണ്ടെങ്കിലും അവന്റെ ഉള്ളിൽ എവിടേക്കോ സങ്കടപ്പെട്ട അനുഭവങ്ങൾ കാണും. സ്തോത്ര. അതാ കർത്താവ് കടന്നു പോകുന്ന, അവന് രക്ഷിപ്പാൻ കഴിയുന്ന, അവന് കാഴ്ച കൊടുക്കുവാൻ കഴിയുന്ന ദാവീദ് പുത്രനാണ് കടന്നു പോകുന്നതെന്ന് അറിയുവാനായിട്ടിടയായി തീർന്നപ്പോ അവൻ ഉറച്ചു വിളിക്കുവാൻ തുടങ്ങിയത്, മറ്റുള്ളവരും അവനെ സഹായിച്ചു കൊണ്ടിരുന്നവരും അവരെ അമർച്ച ചെയ്യുവാൻ നോക്കിയപ്പോ അവനൊരു കാര്യം മനസ്സിലായി. സ്തോത്രം. എന്ന് ഞാൻ സങ്കടപ്പെട്ട് മറ്റുള്ളവരോട് മുമ്പ് വേദനപ്പെട്ടിരിക്കാനല്ല. ഞാൻ പറഞ്ഞല്ലോ, പലരും നമ്മെ സഹായിച്ചെന്നിരിക്കാം നമ്മുടെ കഷ്ടത കണ്ട്. പക്ഷേ പലപ്പോഴും പ്രിയ ദൈവമക്കളെ, മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായി തീരുമ്പോഴും അതിനകത്ത് അവരുടെ ഒരു നോട്ടവും പ്രവൃത്തികളൊക്കെ നമ്മുടെ ഉള്ളിനകത്ത് സങ്കടത്തിന്റെ ആഴങ്ങൾ വർദ്ധിക്കുവാനായിട്ട് ഇടയത്തിരുമ്പോ എത്ര നാൾ ഞാൻ മറ്റുള്ളവരുടെ മുമ്പാകെ ഇങ്ങനെ നിൽക്കേണ്ടി വരും, എത്ര നാൾ ഹല്ലേലൂയ എന്നുള്ളൊരു ചോദ്യത്തിനകത്ത് ഹല്ലേലൂയ ആ സങ്കടം പൊങ്ങിക്കിടക്കുമ്പോ ഇവിടെ ബർത്തലോമായി ചെയ്ത ഒരു കാര്യമുണ്ട്. അവൻ ഉച്ചത്തിൽ നിലവിളിക്കുവാൻ തുടങ്ങി, അവൻ ഉറക്കെ നിലവിളിക്കുവാൻ തുടങ്ങിയെന്ന വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഉറക്കെ നിലവിളിച്ചപ്പോ ആ സങ്കടത്തെ കണ്ടതായ കർത്താവ് എന്ത് ചെയ്തു? അവിടെ നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിപ്പി. ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നിന്റെ ചില വിഷയം കൂടെ അകത്ത് നിന്നെ സഹായിക്കാൻ ചിലർ കാണുമായിരിക്കും. പക്ഷേ ഈ പകൽക്കാലം ഹല്ലേലൂയ ആ സഹായത്തിനപ്പുറമായിട്ട് ആ വിഷയത്തിനകത്തുനിന്ന് പൂർണ്ണമായി ഒരു വിടുതൽ തരുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ആ ദൈവം ഈ പകൽക്കാലം കർത്താവ് നിന്നെ വിടുവിക്കുവാനായിട്ടിടയത്തിനും അവിടെ നിന്നിട്ട് ആ മനുഷ്യനെ വിളിക്കുവാൻ പറഞ്ഞു. ബർത്തലോമായി അടുക്കിലേക്ക് ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. അവൻ ചെയ്ത ഒരു കാര്യമുണ്ട്. അവൻ പുതപ്പല്ല അവിടെ ഇട്ടേച്ച കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു പോയത്. അവൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. എന്നെ വിടിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ഇനി ഈ പുതപ്പിന്റെ ആവശ്യമില്ല, ഇനി ഞാൻ ഇവിടെ വന്ന് ഇരിക്കേണ്ടി വരികയില്ല. ഹല്ലേലൂയ. അവന്റെ അവസ്ഥകൾ അങ്ങ് മാറി, അവന്റെ മൈൻഡിലുള്ള അതുവരെയുള്ള സെറ്റപ്പുകൾ ഹല്ലേലൂയ അവനങ്ങ് ചേഞ്ച് ചെയ്തിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നത്. യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നീ എന്ന് മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിച്ച് മറ്റുള്ളവരെ നിന്നെ എടുക്കുവാനും മറ്റുള്ളവർ നിന്നെ കൊണ്ടുപോകുവാൻ വരുന്നത് നോക്കി കാത്തിരിക്കേണ്ട വ്യക്തിയല്ല. ഹല്ലേലൂയ. സങ്കടപ്പെട്ട് നൊരങ്ങി ഇരിക്കേണ്ട വ്യക്തിയല്ല. ഹല്ലേലൂയ. നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അതേ മാനവരക്ഷയെ വീണ്ടെടുക്കേണ്ടതിനായിട്ട്, മാനവരക്ഷയെ രക്ഷിക്കേണ്ടതിനായിട്ട് സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചുവെക്ക് എന്ന് നീ ചിലതിനകത്ത് അടിമപ്പെട്ട് കിടക്കുവാനല്ല, ചിലതിനകത്ത് കുടുങ്ങിക്കിടക്കുവാനല്ല, ചിലതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന, ചിലതിനകത്തുനിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന കർത്താവിനെ എത്രയേ സ്തോത്രം. നിന്റെ ഏത് വിഷയത്തിനകത്തുനിന്ന് നിന്നെ വിടുവിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന, രക്ഷിപ്പാൻ പ്രാപ്തനായ ഒരു പുത്രൻ നമുക്കുണ്ട്. അവന്റെ പേരെത്രേ? യേശു കർത്താവ്. ഹല്ലേലൂയ. യേശു കർത്താവിനെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ആ കർത്താവ് നിന്റെ വിളി കേൾക്കാതെ പോകത്തില്ല. ഹല്ലേലൂയ. നിന്റെ നിലവിളി മുമ്പിൽ മറികടന്നു പോകത്തില്ല. ആ നിലവിളിയുടെ ആഴത്തെ
അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ നിലവിളിയുടെ മുമ്പിൽ പിടിച്ചു നിർത്തും കർത്താവിനെ. ഹല്ലേലൂയ. കാരണം നിന്റെ സങ്കടത്തെ അറിയുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ആ വേദനയുടെ ആഴത്തെ അറിയുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കാം, അവനെ കൊണ്ടിവിടെ ഇരുത്തുവാൻ ആളുണ്ട്, അവന്റെ കൂടെ ആളുണ്ട്, പിന്നെ എന്തേ? സ്തോത്രം. പക്ഷെ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, എല്ലാത്തിനും സഹായിപ്പാൻ ആളുണ്ടെന്ന് പറയുമ്പോഴും ഹല്ലേലൂയ, ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ചില സാഹചര്യങ്ങൾ കടന്നു വരുന്ന സങ്കടങ്ങൾ, ഹല്ലേലൂയ, ആരോടും നമുക്ക് പറയാനായിട്ട് കഴിയുന്നതായിരിക്കത്തില്ല, അവരുടെ പേഴ്സണലായിട്ട് കിടക്കുന്നതായിരിക്കും. പക്ഷേ അതിനെ അറിയുന്ന ഒരു കർത്താവ് ബർത്തലോമായുടെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിപ്പീൻ. ഹല്ലേലൂയ. എന്നിട്ട് യേശു കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ഇച്ഛിക്കുന്നു? ഹല്ലേലൂയ. അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പൊ അവന് കാഴ്ചയില്ലാത്തത് മുഖാന്തരമായിട്ട് അവൻ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. അവനെ കൊണ്ടിരുത്താനുണ്ട്, ഭക്ഷണം കൊടുക്കാനൊക്കെ ആൾക്കാരും കാണുമായിരിക്കും, പക്ഷേ ആ കാഴ്ചയില്ലാത്തത് മുഖാന്തരം അവൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. ഇപ്പോൾക്കാലം പ്രിയ ദൈവമക്കളെ, നിന്റെ ചില വിഷയങ്ങളുടെ അകത്ത് നീ സങ്കടപ്പെടുന്നത് കാണുന്ന ഒരു കർത്താവുണ്ട്. ആരോടും പറയാതെ, സ്തോത്രം, നീ അനുഭവിക്കുന്ന ചില സങ്കടങ്ങളെ ഈ പകൽക്കാല കർത്താവ് എടുത്തു മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. യേശുവിനോട് പറയുവാനായിട്ട് ഇടയത്തുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അനുഗമിച്ചു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവിടെ മുതൽ അവന്റെ ജീവിതത്തിലെ ചരിത്രം മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയ ദൈവത്തിലെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ട്. നീ നശിച്ചു പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. നീ തകർന്നു പോകാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, കാറ്റും കോളും തിരമാലകളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. സ്തോത്ര. പ്രശ്നങ്ങൾ ഒന്നിനു മീതെ ഒന്നായി കടന്നു വന്നിരിക്കാം. പക്ഷെ അതിനകത്ത് ഹല്ലേലൂയ നിന്നെ വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഈ പൽക്കാലം ചില വിഷയങ്ങളുടെ അകത്ത് നീ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം, ആകുലപ്പെടുന്നുണ്ടായിരിക്കാം. എന്തായി തീരും കർത്താവേ ഈ വിഷയം? ഞാൻ എങ്ങനെയാ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ? എല്ലാ വഴികളും അടയപ്പെട്ട അനുഭവത്തിലായിരിക്കാം നിങ്ങൾ ആയിരിക്കുന്നത്. സ്തോത്രം. നിങ്ങളുടെ പേഴ്സിന്റെ ശൂന്യത അറിയാതെ മറ്റു പലരും പല കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോഴും, ഭവനത്തിൽ ഒത്തിരി വിഷയങ്ങൾ നിന്റെ മുമ്പിൽ കിടക്കുമ്പോഴും, നിന്റെ പേഴ്സിന്റെ ശൂന്യത അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ ഈ പകൽക്കാലം ഹല്ലേലൂയ ആ അവസ്ഥയെ മാറ്റുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആരോടും നിനക്ക് പറയാൻ കഴിയുന്നില്ലായിരിക്കാം, എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന്. സ്തോത്രം. പക്ഷെ നിന്റെ ശൂന്യതയെ കാണുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നിന്റെ പേഴ്സിന്റെ അനുഭവത്തെ കാണുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഈ പൽക്കാലം ഹല്ലേലൂയ ചില ശൂന്യതകളെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. കാരണം ലോകം കാണുന്നത് നിന്റെ ചിരിച്ച മുഖമായിരിക്കാം. നിന്നെ എല്ലാം ഉള്ളതിനെ പോലെ നടക്കുന്നതായിരിക്കാം. പക്ഷേ നിന്റെ ഭവനത്തിനകത്തെ സാഹചര്യത്തെ അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ പലതും വന്ന് പല കാര്യങ്ങൾ പറയുമ്പോഴും അവരുടെ മുമ്പിൽ എങ്ങനെ ആ കാര്യത്തെ കൈകാര്യം ചെയ്ത് കൊടുക്കണമെന്ന് അറിയാതെ, നിന്റെ കരത്തിൽ ഒന്നുമില്ല, നീ ശൂന്യമായിരിക്കുമ്പോഴും അതിനകത്ത് നിന്റെ ഉള്ളു പതറുന്നില്ലേ? അപ്പൊ ഞാൻ എന്റെ കുഞ്ഞിനോട് എന്ത് പറയും? ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നിന്റെ ഈ സങ്കടത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നോക്കിയാ പല സാഹചര്യങ്ങളും പല സന്ദർഭങ്ങളിലും അവർ സങ്കടപ്പെട്ട് ഒറ്റയ്ക്ക് കരയുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ അവിടെയൊക്കെയും ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ സങ്കടത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഒരു വിശാലതയുണ്ട്, ഒരു പുറപ്പാടുണ്ട്, ഒരു സ്വസ്ഥതയുണ്ട്. നിനക്കൊരു സ്വൈര്യം ഉണ്ടാകുവാനായിട്ടിടയത്തീരും. ആ സങ്കടത്തിനകത്ത് നീ മുങ്ങിപ്പോകുവാൻ, ആ സങ്കടത്തിനകത്ത് എന്ന് കിടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. നിന്റെ ജീവിതത്തിനകത്തേക്ക് ഒരു വിടുതലുമായിട്ട് സ്വർഗത്തിലെ ദൈവം കടന്നു വരും. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഇസ്രായേൽ ജനതയെ സങ്കടത്തെ കണ്ടതായ ദൈവം അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതിനായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാൽ നീ കടന്നു പോകുന്ന സങ്കടത്തിന്റെ അകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കേണ്ടതിന്, നീ ഇതുവരെ കാണാത്ത പലരെയും, നീ ഇതുവരെയും അനുഭവിക്കാത്ത ചില വഴികളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം.
ഹല്ലേലൂയ. പല ചോദ്യങ്ങൾ നിന്റെ മുമ്പിൽ കടന്നു വരുമ്പോ അവരുടെ മുമ്പിൽ നിന്ന് മറുപടി പറയാൻ കഴിയാതെ നീ റൂമിനകത്ത് പോയിരുന്ന് കരയുന്നുണ്ടായിരിക്കാം. അപ്പാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് എന്താ ഞാൻ മറുപടി പറയേണ്ടത്? എങ്ങനെ ഞാൻ മുന്നോട്ട് കടന്നു പോ? എന്റെ അവസ്ഥ നീ മാത്രമാണല്ലോ അറിയുന്നത് എന്ന് സങ്കടപ്പെട്ട് ഞരങ്ങുന്ന ദൈവ പൈതലേ, നിന്നോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയട്ടെ, നിന്റെ അവസ്ഥകൾ മാറാൻ പോകുക. നിന്റെ സാഹചര്യത്തെ ദൈവം മാറ്റും. ഹല്ലേലൂയ. എന്ന് നീ കളിഞ്ഞ കണ്ണുമായിട്ടിരിപ്പാ ദൈവം അനുവദിക്കത്തില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവം. നിന്റെ നുറുക്കത്തോടു കൂടിയുള്ള കരച്ചിനെ, നിന്റെ നുറുക്കത്തോടു കൂടിയുള്ള നിലവിളിയെ, നിന്റെ നുറുക്കത്തോടുള്ള സങ്കടങ്ങളെ ഹല്ലേലൂയ കാണുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? നിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. പ്രിയ ദൈവവേദന, നിന്റെ സങ്കടത്തിന് പകരം നീ എത്രത്തോളം നീ സങ്കടപ്പെട്ടോ അതിനേക്കാളും ഒരു സന്തോഷം ദൈവം നിന്റെ ജീവിതത്തിൽ തരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അന്ന് ഓർക്കും, ഞാൻ സങ്കടപ്പെട്ടതും ഞരങ്ങിയതൊക്കെയും ഇതിനു വേണ്ടി എന്ന് പറയത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി ഹല്ലേലൂയ യഹോവയാ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് പറയത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായി തീരാം. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. സ്തോത്രം. നിങ്ങളെ നന്നായിട്ട് അറിയുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. നിങ്ങൾ അയോഗ്യരാണെന്ന് അറിയാവുന്ന ദൈവം. ഹല്ലേലൂയ. നിങ്ങൾ സ്തോത്രം ഏതെങ്കിലും തെറ്റിപ്പോയവരാണെങ്കിൽ അതറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഏത് സാഹചര്യം ആയിക്കൊള്ളട്ടെ, നിങ്ങൾ അറിയുന്ന ഒരു ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും പലരും പറയാറുണ്ട്, ചില രോഗങ്ങൾ കടന്നു വരുമ്പോ ആദ്യമൊക്കെയും സ്തോത്രം ഞങ്ങൾ നോക്കുവാനായിട്ട് പലരുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോ അവരൊക്കെയും അവരുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. പലരും കിടക്കയിലൊക്കെ ആയിരിക്കുമ്പോഴും പല പല വിഷയങ്ങൾ മധ്യത്തിൽ കടന്നു വരും. ആദ്യമൊക്കെ നമുക്ക് എല്ലാവരും കാണുമായിരിക്കും. പക്ഷേ ആ ഒരു വിഷയത്തിന്റെ നടുവിൽ കൂടി അകത്തോട്ട് കടന്നു പോകുമ്പോൾ പലപ്പോഴും പലരുടെയും സ്വഭാവത്തിന് വളരെയധികം ചേഞ്ചുകൾ ഉണ്ടാവും. അപ്പോൾ അവരനുഭവിക്കുന്ന വിഷയത്തെക്കാട്ട് വേദനിപ്പിക്കുന്നതായിരിക്കും, അവരെ സങ്കടപ്പെടുത്തുന്നതായിരിക്കും, അവരെ കരയിപ്പിക്കുന്നതായിരിക്കും മറ്റുള്ളവരുടെ സമീപനങ്ങൾ. പ്രിയതേ മക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ എന്നെ ചിന്തിപ്പിച്ച ഒത്തിരി കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പലരും അതിൽ ആത്മഹത്യക്ക് കടന്നു പോകുക. ഇന്നലെ സ്തോത്രം ഞാൻ കേട്ട ഒരു സംഭവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് ഭാരം ആവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ കണ്ടുമുട്ടുന്ന ഒറ്റ വഴിയാ ഹല്ലേലൂയ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുക. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, ആത്മഹത്യ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഒളിച്ചോട്ടം മാത്രമാണ്, വിഷയത്തിനൊരു പരിഹാരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുവാനായിട്ടിടയായി തീർന്നു. നാം എവിടെ നിന്നോ ഒളിച്ചോടുകയാ. പക്ഷെ ഒളിച്ചോടി നാം എവിടേക്കാ പോകുന്നത്? നിത്യയാതനയുടെ സ്ഥലത്താ. ഇവിടെ നമുക്കുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡാ നമുക്ക് മുമ്പിലുള്ളത്. സ്തോത്രം. അവിടെ വരുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ജയിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ യുഗായുഗമുള്ള ഒരു യാതന സ്ഥലത്താണ് നാം കടന്നു പോകുന്ന. സ്തോത്രം. പെട്ടെന്ന് രണ്ടാമതൊന്നും ചിന്തിക്കാതെ കടന്നു വരുന്ന സങ്കടത്തിന്റെ മധ്യത്തിൽ, ഒറ്റപ്പെടന്റെ അനുഭവത്തിൽ, ഏകാന്തതയുടെ അനുഭവത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാ ജീവിതം അവസാനിപ്പിച്ച് കളയാം. സ്തോത്രം. നോ പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, നിന്റെ സങ്കടത്തെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ മുമ്പിൽ നിന്റെ സങ്കടത്തെ ഇറക്കി വയ്ക്കുക. ഹന്ന ദൈവസന്നിധി തന്റെ വിഷയത്തെ ഇറക്കി വച്ചു. നാം ആരോടും പറയാറില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആരോടും പറയണ്ട, എന്റെ സങ്കടത്തെ ഞാൻ തന്നെ കൊണ്ട് നടന്നോളാം എന്ന് പറഞ്ഞ് പലപ്പോഴും കൊണ്ട് നടക്കുന്നത് കൊണ്ടാ. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യനോട് നമ്മുടെ സങ്കടത്തെ ഇറക്കി വെക്കാൻ നമുക്ക് കഴിയത്തില്ല. കാരണം അവർക്ക് രക്ഷിപ്പാനായിട്ട് കഴിയത്തില്ല. അവർക്ക് നമ്മെ വിടിപ്പാനായിട്ട് ഒരു പരിധിയുണ്ട്. പക്ഷെ നിന്നെ ഏത് വിഷയത്തിനകത്തുനിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ കർത്താവ് കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ കാൽവരി ക്രൂശ് നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഈ കർത്താവ് ചിന്നിത്തന്ന നിനക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയാ, നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാ. സ്തോത്രം. നമ്മുടെ കണ്ണുനീരുകളെ കർത്താവ് തുടയ്ക്കുന്നതിന് വേണ്ടിയാ. ഈ പൽക്കാലം അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലേ, സങ്കടത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നമ്മളെ നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. സ്തോത്രം. ആ കർത്താവിനോടൊന്ന് പറയാമോ, ഞാൻ ഒത്തിരി വിഷയം കൂടെ അകത്ത് സങ്കടപ്പെടുന്നു, കർത്താവേ എന്നെ ഒന്ന് വിടുവിക്കാമോ എന്ന്. ഹല്ലേലൂയ. വചനത്തെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്ര. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ.
ആ ഒരു ഉറപ്പ് ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കൂടെയുള്ളത് സ്തോത്രം. നമ്മുടെ വിഷയത്തിന് പരിഹാരം തരുവാൻ കഴിയുന്ന, നിനക്ക് മുന്നോട്ട് വഴി പറഞ്ഞു തരുവാൻ കഴിയുന്ന, നിന്റെ മുമ്പിൽ വഴികളെ തുറന്നു തരുവാൻ കഴിയുന്ന ഒരു യേശു കർത്താവ് കൂടെയുള്ളത് സ്തോത്ര. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ അവിടെ നിന്ന് വിട്ടേച്ച് പോകുന്ന ഒരു കർത്താവല്ല, അതേ മുഖം മാറ്റിക്കളയുന്ന ഒരു കർത്താവല്ല, മുഖത്തിന്റെ ഭാവത്തെ മാറ്റുന്ന ഒരു കർത്താവല്ല സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഒരു വിഷയത്തിന്റെ മധ്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, ഒരു ദിവസം 2 ദിവസം ഒക്കെ നമ്മൾ മറ്റുള്ളവരെ വിളിക്കുമ്പോൾ അവരിൽ നിന്ന് നല്ല സമീപനങ്ങൾ കടന്നു വന്നിരിക്കുക. പക്ഷേ 3-ാമത്തെ ദിവസം ചിലപ്പോൾ നമ്മുടെ കോള് കാണുമ്പോൾ തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടെന്ന് തോന്നിയെന്ന് വന്നിരിക്കാം സ്തോത്രം. പക്ഷെ നീ എപ്പോ വിളിച്ചാലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിന്റെ കോള് സ്വീകരിക്കുന്ന ഒരു കർത്താവുണ്ട്. എന്നെ നോക്കി വിളിച്ചപേക്ഷിപ്പി, ഞാൻ നിനക്ക് ഉത്തരം അറിയാമെന്ന് അരുളിച്ചത് കർത്താവ്. ഹല്ലേലൂയ. നിന്റെ സങ്കടത്തിൽ നിന്ന് നിലവിളിക്കുമ്പോ, അപ്പാ എന്നൊന്ന് വിളിക്കുമ്പോ നിന്റെ അരികത്തോടി വരുന്ന ഒരു കർത്താവ്, നിന്റെ കണ്ണുനീരുകളെ തുടയ്ക്കുന്ന ഒരു കർത്താവ്, നിന്നെ സമാധാനിപ്പിക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ സ്തോത്ര. നീ ഒറ്റയ്ക്കല്ല ജീവിത യാത്രയിൽ. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്ത് കടന്നു പോകുന്നത് സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആ കർത്താവിന്റെ കരം നിങ്ങളെ തൊടുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഭയപ്പെടേണ്ട. നിങ്ങളെ നന്നായിട്ടറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. ആ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്തോത്രം ഹല്ലേലൂയ ഒരു സ്വസ്ഥത നൽകുവാനായിട്ട് ഇടയായിത്തീരും, ഒരു സമാധാനം നൽകുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയ ദൈവ പൈതലേ, ഒരു പ്രശ്നവും നിന്റെ തലയ്ക്ക് മീതെ കവിയുവാൻ ഈ പകൽക്കാലം ദൈവം അനുവദിക്കത്തില്ല സ്തോത്ര. നിന്നെ മുക്കിക്കളയാൻ കടന്നു വരുന്ന വിഷയമായിരിക്കാം, പക്ഷേ എങ്ങനെ കടന്നു വന്നോ അതുപോലെ തിരിച്ച് കടന്നു പോകും. ഹല്ലേലൂയ. ആ പ്രശ്നം ഹല്ലേലൂയ നിന്നെ തൊടത്തില്ല. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ തൊടത്തില്ല. ഹല്ലേലൂയ. അതേ തിര അടിച്ച് കയറുന്നത് കാണുമ്പോ അതോടുകൂടി നിന്നെ കൂടി കൊണ്ടുപോകുമെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിന്റെ വിഷയം ഹല്ലേലൂയ നിന്നെ കൂടെ എടുത്തുകൊണ്ട് പോകുമെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അതേ നിന്നെ സ്തോത്രം ഉറപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. കാറ്റെങ്ങനെ കടന്നു വന്നു അതുപോലെ കാറ്റ് പോകും പ്രിയ ദൈവപൈതലേ. പക്ഷെ നിന്നെ ഉറപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. ഒരു കാറ്റിനും ഒരു കോളിനും ഒരു പേമാരിക്കും ഹല്ലേലൂയ നിന്നെ വിട്ടുകൊടുക്കാത്തൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കുക സ്തോത്ര. ഒരു കഷ്ടതയ്ക്കകത്ത് തകർത്ത് കളയുവാനല്ല കർത്താവിന്റെ സ്വന്തം ജീവനെ നിനക്ക് വേണ്ടി കൊടുത്തത്. ഹല്ലേലൂയ. അന്ന് കർത്താവിനെ കണ്ണടച്ച് കളയാമായിരുന്നു, പക്ഷേ കണ്ണടച്ച് കളയാതവണ കർത്താവ് നിന്നെ സ്നേഹിച്ചത് കൊണ്ടാ ഇന്ന് നിന്നെ വിടുവിക്കുന്നതിന് വേണ്ടിയാ നീ കടന്നു പോകുന്ന പ്രശ്നത്തിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാനാ. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ സ്തോത്ര, നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഏത് പ്രശ്നത്തിന്റെ മധ്യത്തിലും ആരുടെ അടുക്കെ നാം കടന്നു പോയാൽ നമുക്ക് പരിഹാരം ലഭിക്കാത്ത വിഷയങ്ങൾ കടന്നു വരാം. നമ്മുടെ സങ്കടത്തിന്റെ ആഴങ്ങൾ വർദ്ധിച്ചെന്ന് കടന്നു വരാം. പക്ഷേ നിന്റെ സങ്കടത്തിന്റെ ആഴത്തെ കുറയ്ക്കുന്ന ഒരേ ഒരു ഇടമെന്ന് പറയുന്നത് എന്റെ യേശു കർത്താവിന്റെ പാദപീഠം മാത്രമത്രേ. ഹല്ലേലൂയ. ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഇന്ന് കടന്നു വന്നിട്ട് കർത്താവിനോട് പറയുക സ്തോത്രം, നിന്റെ സങ്കടത്തെ ഇന്ന് ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീരും സ്തോത്ര. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക, സർവശക്തനായ ദൈവം കൂടെയുണ്ട്. നിങ്ങളെ നന്നായിട്ട് അറിയുന്ന, നിങ്ങളുടെ കഷ്ടതയെ കാണുന്ന, നിങ്ങളുടെ നിലവിളിയെ കാണുന്ന, നിങ്ങളുടെ സങ്കടത്തെ അറിയുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലെ സ്തോത്രം, നിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ അസാധാരണമായ ഒരു ദൈവ പ്രവർത്തികൾ ഈ പകൽക്കാലം ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയെത്തിര. നീ സങ്കടപ്പെട്ട് ഞരങ്ങിയ ചില വിഷയത്തിനകത്ത് ഇനി മറുപടി ഇല്ല എന്ന് പറഞ്ഞ ചില വിഷയത്തിനകത്ത് എന്റെ സ്വർഗത്തിലെ ദൈവം മറുപടിയുമായിട്ട് നിന്റെ മുമ്പാകെ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീര. ആ കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കാം. ആ സർവശക്തനായ ദൈവത്തിന്റെ ചിറകിന്റെ മറവ് നമുക്ക് ആശ്രയിക്കാം. അവൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ഈ ശബ്ദം ശ്രമിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് അരുളിച്ചെയ്ത കർത്താവേ, തന്റെ ജനത്തെ നന്നായിട്ട് അറിയുന്ന സർവശക്തനായ ദൈവമേ, അവര് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, അവര് കടന്നു പോകുന്ന വിഷയങ്ങൾ, അവരനുഭവിക്കുന്ന സങ്കടത്തിന്റെ ആഴത്തെ അറിയുന്ന കർത്താവേ, അവരുടെ സങ്കടത്തെ ഈ പകൽക്കാലം എടുത്തു മാറ്റണമേ. സങ്കടപ്പെട്ട് കരയുന്ന ചില വിഷയങ്ങളുടെ നടുവിലേക്ക് എന്റെ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ കര യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ആ വിഷയം അവരുടെ തലയ്ക്ക് മീതെ കവിയാതെ വണ്ണം ഹല്ലേലൂയ അവരെ കാൽക്കീൽ അമർന്നു മാറുന്ന പകൽക്കാലമായി തീരട്ടെ കർത്താവേ.
സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കണം. സ്വസ്ഥതയും സ്വൈരവും അവരുടെ ജീവിതത്തെ വെളിപ്പെടട്ടെ. ആരും ഇവര് ഭയപ്പെടുത്താതെ വേണം സമാധാനത്തോട് ഇവര് ജീവിക്കത്തക്ക രീതി ദൈവത്തിന്റെ കരം തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. അങ്ങ് ചെയ്യുന്ന അത്ഭുതത്തിനായി സ്തോത്രം. പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്ത പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. കർത്താവിന്റെ കൃപ ചലിക്കണം, അത്ഭുതങ്ങൾ നടക്കണം. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.